അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ലൈറ്റ്റൂം ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂഡി പോർട്രേറ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അതോടൊപ്പം ഇതിൻ്റെ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫയലിലെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് ആ പാസ്വേഡിന് വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത് ആദ്യമേ ചെയ്യണം. അതിന് നിങ്ങൾ ലൈറ്റ് ടൂളിലേക്ക് പോവുക. ലൈറ്റ് ടൂളിൽ അതിനെ അവിടെ എക്സ്പോഷർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഫോട്ടോ അത്യാവശ്യം മീഡിയം എക്സ്പോഷറിലിരിക്കുന്ന ഫോട്ടോയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അത്യാവശ്യം എക്സ്പോഷർ കുറഞ്ഞ ഫോട്ടോ ആണെങ്കിൽ അഥവാ ബ്രൈറ്റ്നസ് കുറഞ്ഞ ഫോട്ടോ നിങ്ങൾ എക്സ്പോഷർ ഒന്ന് പുതുക്കി കൂട്ടുക. ഇപ്പം കൂടിയിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ എക്സ്പോഷർ പുതുക്കി കുറയ്ക്കുക. അപ്പോൾ നമുക്കിനടുത്ത് കോൺട്രാസ്റ്റിലേക്ക് പോകാം. കോൺട്രാസ്റ്റിൻ്റെ അത് ഏകദേശം ഒരു 76 വരെ ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട്. 14 വരെ ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഷാഡോസിലേക്ക് പോകാം. ഷാഡോസ് ഏകദേശം ഒരു 76 വരെ നമുക്കിവിടെ കൂട്ടാം. അടുത്ത് നമുക്ക് വൈറ്റ്സിലേക്ക് പോകാം. വൈറ്റ്സ് ഏകദേശം ഒരു 68 വരെ നമുക്കിവിടെ കുറയ്ക്കാം. ഞാൻ ബ്ലാക്ക്സ് ഒരു പൊടിക്ക് കൂട്ടുകയാണ്. ഏകദേശം 0.2 വരെ ഞാൻ അവിടെ കൂട്ടിയിട്ടുണ്ട് ബ്ലാക്ക്സ്. അടുത്ത് നമുക്ക് കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ കൂടെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് കളർ ടൂളിലേക്ക് പോകാം. കളർ ടൂളിൽ നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം 18 വരെ നമുക്കിവിടെ കൂട്ടാം. പിന്നെ ടിൻ്റ് ഏകദേശം ഒരു 2 വരെ കൂട്ടാം. പിന്നെ വൈബ്രൻസ് ഏകദേശം ഒരു 8 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അടുത്തത് സാച്ചുറേഷൻ ഏകദേശം ഒരു 10 വരെ നമുക്കിവിടെ കൂട്ടാം. ഇനി അടുത്ത് നമുക്ക് കളർ ഗ്രേഡിങ്ങിലേക്കോ അതിനോട് നിങ്ങൾ കളർ ടൂൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. റെഡിൻ്റെ അകത്ത് ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഹ്യൂ ഞാൻ ഇവിടെ ഒരു പൊടിക്ക് കൂട്ടുവാണ്. ഏകദേശം ഒരു 4 വരെ ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട് ഹ്യൂ. അതിനുശേഷം നമുക്ക് സാച്ചുറേഷൻ ഏകദേശം ഒരു 9 വരെ കൂട്ടാം. പിന്നെ ലൂമിനൻസ് ഏകദേശം ഒരു 100 വരെ നമുക്ക് കൂട്ടാം. ഫുള്ള് കൂട്ടിയിടുക. അടുത്ത് നമുക്ക് ഓറഞ്ചിലേക്ക് പോകാം. ഓറഞ്ചിൻ്റെ അത് നമുക്കിവിടെ ഹ്യൂ ഒരു 9 വരെ കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 32 വരെ നമുക്കിവിടെ കുറയ്ക്കാം. ലൂമിനസ് നമുക്ക് ഇതിനും ഫുള്ള് കൂട്ടാം. ഇവിടെ ഫുള്ള് കൂടുന്നതിന് ഏകദേശം ഒരു 44 ആ റേഞ്ചിലാണ് ഞാൻ ഇവിടെ കൂട്ടിയേക്കുന്നത്. അടുത്ത് നമുക്ക് യെല്ലോയിലേക്ക് പോകാം. യെല്ലോയ്ക്കകത്ത് നമുക്ക് ഹ്യൂ ഒരു 37 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 51 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അടുത്ത് നമുക്ക് ഗ്രീനിലേക്ക് പോവാം. ഗ്രീനിൻ്റെ അത് നമുക്ക് ഹ്യൂ ഒരു 67 വരെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 72 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് നമുക്ക് ഒരു 6 വരെ കുറയ്ക്കാം. ഇനി അടുത്ത് അക്യൂയിലേക്ക് പോവാം. അക്യൂയ്ക്ക് അതിന് അവിടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കുവാണ്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. അതുതന്നെ ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ അവിടെ കൂട്ടിയിടുവാണ്. പിന്നെ ഹ്യൂ ഒരു പൊടിക്ക് ഞാൻ അവിടെ കുറയ്ക്കുവാണ്.
നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സിൻ്റെ ക്ലാരിറ്റി ഞാൻ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്, ഡീഹേസ് ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. നമുക്ക് വിഗ്നേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡീറ്റെയിൽസ് നമുക്ക് നോയ്സ് സെക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം, പിന്നെ കളർ നോയ്സ് സെക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് ഉണ്ട്. നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലൈറ്റ്റൂമിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.